അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 3ാം ക്ലാസ്സിലെ കുട്ടികളെ, ഇന്ന് നടന്ന തദ്രീബു തിലാവയുടെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, കലിമത്തുൻ സബഖത്ത്, ഇതെന്തിന് ഉദാഹരണമാണെന്നാണ് ചോദിക്കുന്നത്. ഇൽഹാറിനാണോ, ഇദ്ഗാമിനാണോ, ഇഖ്ഫാഇനാണോ? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ആദ്യം നൂനുണ്ടോ നോക്കാം. സുക്കൂനുള്ള നൂനോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത നൂനോ ഉണ്ടോ നോക്കാം. അതില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് തൻവീനുണ്ടോ നോക്കാം. അപ്പോൾ തൻവീനുണ്ട് അല്ലേ, ഇവിടെ തൻവീനുണ്ട്. ആ തൻവീന് ശേഷമുള്ള അക്ഷരം സീനാണ്. അപ്പോൾ സീന് ഇൽഹാറിൻ്റെ അക്ഷരാണോ, ഇദ്ഗാമിൻ്റെ അക്ഷരാണോ, ഇഖ്ഫായിൻ്റെ അക്ഷരാണോ നോക്കുക. ഇൽഹാറിൻ്റെ അക്ഷരാണോ? അല്ല, സീൻ ഇൽഹാറിൻ്റെ അക്ഷരമല്ല. എന്നാൽ ഇദ്ഗാമിൻ്റെ അക്ഷരാണോ? ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഇദ്ഗാം ബിഗുന്നയുണ്ട്, ഇദ്ഗാം ബിലാഗുന്നയുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ അക്ഷരാണോ? അല്ല. അപ്പോൾ ഏതിൻ്റെ അക്ഷരമാണ്? ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. അപ്പോൾ ഇതാണ് ശരി, ഇഖ്ഫ ആണ് ശരി. മനസ്സിലായോ? അടുത്ത് തവ്വാബുർ റഹീം, ഇവിടെ നൂനില്ല, തൻവീനുണ്ട്. ഇതാ തൻവീന്. അതിനൊരു ശേഷമുള്ള അക്ഷരം ഏതാ? റാ ആണ്. അപ്പോൾ റാ ഏതിൻ്റെ അക്ഷര? ഇഖ്ഫ ആണോ, ഇദ്ഗാമും ബിലാഗുന്നയാണോ, ഇൽഹാറാണോ? ഏതാ ശരി? ഇദ്ഗാമും ബിലാഗുന്ന. അടുത്ത് ഐ യഅ്കുല, ഇവിടെ നൂനുണ്ട്. നൂനിന് ശേഷം യാ ആണ്. യാ ഇൽഹാറിൻ്റെ അക്ഷരാണോ, ഇഖ്ലാബിൻ്റെ അക്ഷരാണോ, ഇദ്ഗാം ബിഗുന്നൻ്റെ അക്ഷരാണോ? ഇദ്ഗാമും ബിഗുന്നൻ്റെ അക്ഷരം. അപ്പോൾ ഇതാണ് ശരി. അടുത്ത് വമിൻ ഖൽഫിഹി, ഇവിടെ നൂനുണ്ട്. ആ നൂനിന് ശേഷമുള്ള അക്ഷരം ഖ ആണ്. ഖ ഏതിൻ്റെ അക്ഷര? ഇൽഹാർ, ഗുന്നത്ത്, ഇദ്ഗാം. ഏതാ ശരി? ഇൽഹാറാണ് അല്ലേ. അടുത്തത് മിൻ ബഅദു, നൂനിന് ശേഷം ബ ആണ്. ഇദ്ഗാമാണോ, ഇഖ്ലാബാണോ, ഇൽഹാറാണോ? ഏതാ ശരി? ഇഖ്ലാബ്. അടുത്തത് ഹുറൂഫുൽ ജൗഫ്, ഉദാഹരണം നിന്നും എടുത്തെഴുതുക. അപ്പോൾ ഇതിൽ ഹുറൂഫുൽ ജൗഫിൽപ്പെട്ട അക്ഷരം എവിടെയുള്ളത്? വാവുണ്ട് അല്ലെ. അപ്പോൾ വാവ് മാത്രം ഇങ്ങോട്ട് എഴുതാൻ പാടില്ല, യാ എഴുതാൻ പാടില്ല. എന്താ കാരണം? യാ ഇവിടെ നീട്ടാനല്ല, ഇവിടെ വാവാണ് നീട്ടാൻ. അപ്പോൾ വാവ് ഇങ്ങോട്ട് എഴുതാം. അടുത്ത യഹ്ദി, യഹ്ദി എന്നുള്ളതിൽ ഏതാണ് നീട്ടാൻ? യാ ആണ്. അപ്പോൾ യാ എഴുതുക. അടുത്ത സമിഅന, ഇവിടെ ഏതാണ്? അലിഫാണ് എഴുതേണ്ടത്, അലിഫ്. അടുത്ത് താഴെ ഉദാഹരണങ്ങളിൽ ഹൽക്കിൻ്റെ അക്ഷരത്തിന് റൗണ്ട് ചെയ്യാം. ഹൽക്കിൻ്റെ അക്ഷരം ഇതിൽ ഏതാണ് നോക്കുക. ഏതാ ഹൽക്കിൻ്റെ അക്ഷരം? ഹ അല്ലേ. അതുപോലെ ത്വാഊൻ, ഇതിലേതാണ്? ഗൈന്. അപ്പോൾ ഈ രണ്ട് അക്ഷരങ്ങളാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ളത്. ഈ ഖുർആൻ പരീക്ഷ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? സൂറത്തുൽ അഹ്ഖാഫിലെ എന്താണ് 10ാമത്തെയും 11ാമത്തെയും ആയത്താണ് ഓതാൻ പറയുന്നത്. അതിൻ്റെ മാർക്ക് രൂപമാണ്. അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണത്തിന് 20 മാർക്ക്, ഇൻകാന എന്നതിൽ ഇഖ്ഫായിന് 4 മാർക്ക്, മിൻ ഇൻദില്ല എന്നതിലെ നൂന് ഇൽഹാർ ചെയ്യുന്നതിന് 4 മാർക്ക്, മിംബനി എന്നതിലെ നൂന് ഇഖ്ലാബ് ചെയ്യുന്നതിന് 4 മാർക്ക്, ഇന്നല്ലാഹ എന്നതിലെ ഷദ്ദുള്ള നൂനെ ഗുന്നത്ത് ചെയ്യുന്നതിന് 4 മാർക്ക്, ഖൈറമ്മ എന്നതിലെ തൻവീന് ശേഷം ഷദ്ദുള്ള മീമിന് ഗുന്നത്ത് ചെയ്യുന്നതിന് 4 മാർക്ക്. പിന്നെ ഇവിടെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ സൂറത്ത് ഫുൾ ഓതിയ 30 മാർക്ക്. പിന്നെ നമ്മൾ തദ്രീബു തിലാവയിൽ പഠിച്ച റബ്ബന അഫ്രിഖ് അലൈന സബ്ബിത്ത് അഖ്ദാമന എന്നുള്ളതിന് 20 മാർക്ക്. ഇങ്ങനെയാണ് 3ാം ക്ലാസ്സിൻ്റെ തദ്രീബു തിലാവ ചോദ്യപേപ്പർ. ഇനി നമ്മൾ 4ാം ക്ലാസ്സിൻ്റെ തദ്രീബു തിലാവയുടെ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നോക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, മിൻ ഖൗഫ് അൽ മദ്ദുൽ മുത്തസിലു അൽ മദ്ദുൽ ലീനു അൽ മദ്ദുൽ ലാസിമു, ഇതിൽ ഏതാണ് ശരി എന്ന് ചോദിക്കുന്നത്. മദ് മുത്തസിലാണെങ്കിൽ നിങ്ങൾ ആദ്യം ഉറപ്പിച്ചോളൂ, അവിടെ ഹംസ് ഉണ്ടാവും, ഹംസ്. അപ്പോൾ ഇതിൽ ഹംസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ മദ് മുത്തസിലല്ല. അടുത്തത് മദ് ലീന് മദ് ലാസിം, ഇതിൽ ഏതാണെന്ന് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ പാഠത്തിൽ പിന്നെ മിൻ ഖൗഫി ഉദാഹരണം തന്നെ കൊടുത്തിട്ടുണ്ട്, വലിയ അക്ഷരത്തിൽ കൊടുത്തു മിൻ ഖൗഫ്, കണ്ടോ? അപ്പോൾ എന്തിന് ഉദാഹരണമാണ്? അൽ ലീനു. അപ്പോൾ മദ് ലീനാണ്. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? മദ് ലീന്. അടുത്ത 2ാമത്തെ ചോദ്യം, തഅ്മുറൂനി, മദ് ലാസിമാണോ, മുത്തസിലാണോ, അതുപോലെ മുൻഫസിലാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് മുത്തസിലാണെങ്കിലും മുൻഫസിലാണെങ്കിലും രണ്ടിടത്തും എന്ത് വേണം? ഹംസ് വേണം. ഹംസ് ഇല്ലാത്ത മുത്തസിലും മുൻഫസിലും ഉണ്ടാവില്ല. തഅ്മുറൂനി എന്നുള്ളിടത്ത് വാവ് കഴിഞ്ഞിട്ട് ഹംസ് വേണം, അഥവാ നീട്ടാനുള്ള അക്ഷരം കഴിഞ്ഞിട്ട് ഹംസ് വേണം. അപ്പോഴേ എന്താകുള്ളൂ? മദ് മുത്തസിലോ മുൻഫസിലാകുള്ളൂ. അപ്പോൾ ഇവിടെ മദ് മുത്തസിലും അല്ല, മദ് മുൻഫസിലും അല്ല. പിന്നെ ഏതാണ്? മദ് ലാസിമാണ്. എന്താ മദ് ലാസിം പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇതാ മദ് ലാസിം പറഞ്ഞാൽ എന്താ? ശേഷമുള്ള അക്ഷരത്തിലെ സുക്കൂന് സ്ഥിരമായി ഉണ്ടാവുന്നതാണെങ്കിൽ മദ് ലാസിം. അപ്പോൾ ഇവിടെ തഅ്മുറൂനിയിൽ പിന്നെ ഈ വാവിന് ശേഷമുള്ള നൂനിന് സുക്കൂനുണ്ട്, 2 നൂനുണ്ടാകും ഇവിടെ.
ഷദ്ദുള്ള നൂനിന് രണ്ട് നൂൻ ഉണ്ടാവും. അപ്പോൾ ഒരു നൂന് സുക്കൂനായിരിക്കും, ആ നൂന് സ്ഥിരമായ സുക്കൂനാണ്, അതുകൊണ്ട് മദ് ലാസിമാണ് ഉത്തരം. മനസ്സിലായോ? അടുത്ത ചോദ്യം, ഹുമുൽ മുത്തഖൂൻ. ഹുമുൽ മുത്തഖൂൻ എന്നതിലെ മദ് ആരിലാണോ, മദ് ലാസിമാണോ, മദ് മുത്തസിലാണോ? ഞാൻ നേരത്തെ പറഞ്ഞു മദ് മുത്തസിലാണെങ്കിൽ എന്ത് വേണം? അംസ് വേണം. മുത്തസിലാണെങ്കിൽ അംസ് നിർബന്ധമാണ്. മുത്തസിലാണോ ഇവിടെ? അല്ല, മുത്തസിലല്ല എന്ന് ഉറപ്പിച്ചു. ഇനി എന്താ ഉള്ളത്? മദ് ആരിലും മദ് ലാസിമും. ആരിലും ലാസിമും എങ്ങനെ നോക്കുക? ശേഷം എന്താണ് സ്ഥിരമായിട്ടുള്ളതാണോ നോക്കുക. ശേഷമുള്ള അക്ഷരത്തിലെ സുക്കൂന് സ്ഥിരമായിട്ടുള്ളതാണോ എന്ന് നോക്കുക. ഇവിടെ അവസാനത്തെ അക്ഷരം നൂനാണ്. ആ നൂന് നമ്മൾ മുത്തഖൂൻ എന്ന് ഓതുന്നു. അപ്പൊ ഞാനാണ് ശരിക്കുള്ളത്. നമ്മൾ ഓതുമ്പോൾ മുത്തഖൂൻ എന്ന് ഓതാണ്. അപ്പൊ മനസ്സിലായോ മദ് ആരിലാണ്, സ്ഥിരമായിട്ടുള്ളതല്ല. മനസ്സിലായോ? അപ്പൊ മദ് ആരിലിന് ഉദാഹരണമാണിത്. അടുത്ത് മാ ഉൻദിറ. അൽ മദ്ദുൽ ലാസിമു അൽ മദ്ദുൽ മുത്തസിലു മദ്ദുൽ ആരിലു. നോക്കുക, ഇവിടെ അലിഫാണ് ഇവിടെ നീട്ടാനുള്ളത്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ് ഉണ്ട്. അപ്പൊ മനസ്സിലായി മദ് മുൻതസിലോ മുൻഫസിലോ രണ്ടാലും ഒന്നായിരിക്കും എന്ന് ഉറപ്പിക്കുക. ഇനി അപ്പൊ മദ് ലാസിമും മദ് ആരിലും ഒഴിവാക്കി. ഇനി ഇവിടെ ഏതാണുള്ള മദ് മുൻഫസിലുള്ള, അപ്പൊ അതാണ് ശരി, മദ് മുൻഫസിലാണ് ശരി. മദ് മുത്തസിലാവൂല. എന്തുകൊണ്ട് മദ് മുത്തസിലാകൂല? രണ്ടും രണ്ട് വാക്കാണ്. മാ വേറെയാണ്, ഉന്തിറ വേറെയാണ്. അപ്പൊ തന്നെ മദ് മുൻഫസിലാണ്. അടുത്ത് ആബാഉഹും. മദ് ആരിദ്, മദ് ലാസിമു, മദ് മുത്തസിൽ. നോക്കാം, ഇവിടെ അലിഫിന് ശേഷം എവിടെ നീട്ടാനുള്ള അലിഫ്? ബാ. ആ നീട്ടാനുള്ള അലിഫിന് ശേഷം ഹംസാണ് അല്ലെ? അപ്പൊ ആബാ എന്നുള്ള ഒരു വാക്കും ഹും എന്നുള്ള വേറെ വാക്കും. അപ്പൊ ആബാ അലിഫും ഹംസും ഒരേ വാക്കിലാണ്. അപ്പൊ ഏതാണ് വരിക? മദ് മുത്തസിലാണ് ശരി. അടുത്തത് കാല. ഇത് വളരെ സിമ്പിളാ. ഏതാ? മദ് അസ്ലിയാണ് ഉത്തരം, മദ് അസ്ലി. അടുത്തത് ഉദാഹരണങ്ങൾ വേർതിരിച്ചെഴുതാനാണ്. ഫഹും ലാ യശ്ഉറൂൻ. ഫഹും ലാ യശ്ഉറൂൻ എന്തിന് ഉദാഹരണമാണ്? തഫ്ഖീമു ലാമിൽ ജലാല സാക്കിനായ മീമിന്റെ ഇഖ്ഫാ, തർഖീഖു ലാമിൽ ജലാല സാക്കിനായ മീമിന്റെ ഇൽഹാർ. ലാമുൽ ജലാല എന്ന് പറഞ്ഞാൽ അള്ളാഹ്. അള്ളാഹ് എന്നുള്ളതിനെ അള്ളാഹ് എന്ന് വായിക്കുന്ന സ്ഥലം ഇതിൽ ഏതാണ്? പെട്ടെന്ന് കിട്ടും. എന്താ? അസ്തഗ്ഫിറുല്ലാ. അതാണ് അള്ളാഹ് എന്ന് വായിക്കുന്ന സ്ഥലം. അതാണ് തഫ്ഖീമു ലാമിൽ ജലാല. അടുത്ത സാക്കിനായ മീമിന്റെ ഇഖ്ഫാ. ഇഖ്ഫാ എവിടെയാണ്? സാക്കിനായ മീമിന്റെ ഇഖ്ഫാ. അപ്പൊ ഏതാ? ഫഖദ് കദ്ദബൂകും ബിമാ. മീമിന് ശേഷം ബാ. അപ്പൊ ഇഖ്ഫാ. അടുത്ത തർഖീഖു ലാമിൽ ജലാല എന്ന് പറഞ്ഞാൽ ഇല്ലാഹി എന്ന് വായിക്കുന്ന സ്ഥലം. അള്ളാഹ് എന്ന് എഴുതിയിട്ട് ഇല്ലാഹി എന്ന് വായിക്കുന്ന സ്ഥലം. അത് ഏതിലാ? ഫീ കിതാബില്ലാഹി. അടുത്ത സാക്കിനായ മീമിന്റെ ഇൽഹാർ. മീമിന് ശേഷം ലാം. കേട്ടോ, ഫഹും ലാ യശ്ഉറൂൻ. ഇനി എന്താണ്? നമുക്ക് ഖുർആൻ പരീക്ഷയ്ക്ക് വന്ന് സൂറത്ത് ഫാത്തിറിലെ 45-ാമത്തെ ആയത്താണ് ബസീറ വരെ ഓദിപ്പിക്കാനാണ്. അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണത്തിന് 20, മദ് ലാസിമിന് 4, മദ് മുത്തസിലിന് 4, മദ് മുൻഫസിലിന് 4, റാഇന്റെ തഫ്ഹീമാക്കിയതിന് 4, പിന്നെ ലഫ്ലുൽ ജലാലയുടെ ലാമിനെ തഫ്ഹീമാക്കിയതിന് 4. അങ്ങനെ മാർക്ക്. അടുത്തത് എന്താ? ഹിഫ്ലു പരീക്ഷയ്ക്ക് വന്ന വശംസി വലുഹാഹ എന്നതിലെ 11 മുതൽ അവസാനം വരെ ഓദിപ്പിക്കാൻ. പിന്നെ ആയത്തുൽ കുർസി മന്ദല്ലദി യശ്ഫ ഇൻദഹു എന്നുള്ളത് 20 മാർക്കിന്. പിന്നെ റബ്ബന ലാ തുസിഗ് ഖുലൂബന എന്നുള്ളത് 10 മാർക്ക്. ഇങ്ങനെയാണ് ഇഫ്ലു പരീക്ഷ. അപ്പോൾ എല്ലാവർക്കും നല്ല പരീക്ഷ വളരെ സിമ്പിൾ അല്ലായിരുന്നോ? ഇങ്ങനെയായിരുന്നു നിങ്ങളാ പരീക്ഷ ഉണ്ടായിരുന്നത്?